ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലയാളികളുടെ ഇഷ്ടവിഭവമായ കപ്പ വേവിച്ചതാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പ വൃത്തിയാക്കിയത് 1 കിലോ, തേങ്ങ തിരുമിയത് 1 കപ്പ്, കാന്താരി മുളക് 3 എണ്ണം, ചുവന്നുള്ളി അരിഞ്ഞത് 4 എണ്ണം, വെളുത്തുള്ളി 2 വലുത് ചെറുതായി അരിഞ്ഞത്, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില 4-5 ഇല, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ വെള്ളം തിളച്ചു കഴിഞ്ഞു. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനേക്കുള്ള അരപ്പുണ്ടാക്കാം. അതിനായിട്ട് തേങ്ങ, ജീരകം, ചുവന്നുള്ളി, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കുകയോ ചെയ്യാവുള്ളൂ. ഇത് അരച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു പീസ് നമുക്കൊന്ന് എടുത്ത് ഉടച്ചു നോക്കാം. അപ്പൊ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം ഊറ്റിക്കളയാം. ഇനി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ചെറിയ തീയിലിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ അരപ്പിന്റെ പച്ചമണമൊക്കെ പോകുന്നതിനായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഇതിന്റെ പച്ചമണം എല്ലാം പോയി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തടിത്തവി അല്ലെങ്കിൽ ചപ്പാത്തി റോളോ അതുകൊണ്ട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ഒരു പൊട്ടറ്റോ മാഷറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കടുക് വറുത്ത് താളിക്കും. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്നുള്ളവർ കടുക് വറുത്ത് താളിച്ച് ഉപയോഗിക്കാം. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കൊടംപുള്ളി ഇട്ട മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ പാചകലോകം പേജ് ലൈക്ക് ചെയ്യുക.